നമസ്കാരം. സമൂഹമാധ്യമ ആപ്പായ എക്സ് തിങ്കളാഴ്ച പ്രവർത്തനരഹിതമായതിന് കാരണമായ സൈബർ ആക്രമണം യുക്രൈനിൽ നിന്നാണെന്ന് ഇലോൺ മസ്കിന്റെ ആരോപണം. ഇന്നലെ അധിക സമയവും ഈ പ്ലാറ്റ്ഫോം പ്രവർത്തനരഹിതമായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയില്ല എന്നായിരുന്നു ഇതിനെക്കുറിച്ച് മസ്ക് പ്രതികരിച്ചത്. എന്നാൽ യുക്രൈനിലെ IP വിലാസങ്ങളിൽ നിന്നും എക്സ് സിസ്റ്റത്തെ നശിപ്പിക്കാനുള്ള സൈബർ ആക്രമണങ്ങൾ വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് എക്സിന് നേരെ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ തങ്ങൾ അത് തടഞ്ഞുവെന്നും ഇപ്പോൾ പഴയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ആഗോള അടിസ്ഥാനത്തിൽ തന്നെ എക്സ് ഇന്നലെ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. എക്സിന്റെ പ്രവർത്തനമാകെ തടസ്സപ്പെട്ടിരുന്നു. നിരവധി ഉപയോക്താക്കൾക്ക് ടൈം ലൈൻ അപ്ഡേറ്റ് ആയില്ല. ദിവസം മുഴുവൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പ്രശ്നമുണ്ടായെന്നാണ് റിപ്പോർട്ട്. ആപ്പും വെബ്സൈറ്റും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നും ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്തു. വലിയ സംഘടിതമായ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രമോ ഇതിൽ ഉൾപ്പെട്ടിരിക്കാമെന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും മസ്ക് പറയുന്നു. പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷയെക്കുറിച്ച് ഈ സംഭവം ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് തീർച്ചയില്ല. പക്ഷേ എക്സിനെ തകർക്കുന്നതിനായി വലിയൊരു സൈബർ ആക്രമണം ഉണ്ടായി. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇതിന് പിന്നിൽ വലിയൊരു ശക്തി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെ ഇതിന് പിന്നിലുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് മസ്ക് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം 3-ലേറെ തവണയാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ തടസ്സം നേരിട്ടത്. എക്സ് സേവനങ്ങൾ ലഭ്യമാകുന്നില്ലെന്നും ട്വീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് രംഗത്തെത്തിയത്. US പലയിടത്തും ഉച്ചവരെ എക്സ് ലഭ്യമായിരുന്നില്ല. പലർക്കും അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല. ആയിരക്കണക്കിന് ഉപയോക്താക്കളാണ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. US, ഇന്ത്യ, UK, ഓസ്ട്രേലിയ, കാനഡ എന്നിവയുൾപ്പെടെ പ്രധാന രാജ്യങ്ങളിലെ ഉപയോക്താക്കളെയാണ് എക്സിന്റെ ഈ തടസ്സം ബാധിച്ചത്. ലോകമെമ്പാടുമുള്ള 40,000-ലധികം ഉപയോക്താക്കൾ സേവന തടസ്സങ്ങൾ സംബന്ധിച്ച് പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി എക്സ് ഉപയോക്താക്കൾക്ക് ഒരു മണിക്കൂറോളം പേജ് ലോഡ് ചെയ്യാനോ ടൈം ലൈൻ റിഫ്രഷ് ചെയ്യാനോ സാധിച്ചില്ല. ഇന്നലെ ഒന്നിലധികം തവണ ഇന്ത്യൻ സമയം ഏകദേശം ഉച്ചകഴിഞ്ഞ് 3:30-നും വൈകുന്നേരം 7-നും തടസ്സം നേരിട്ടു. 56% ഉപയോക്താക്കൾക്കും ആപ്പിൽ തന്നെ പ്രശ്നം നേരിടുന്നുണ്ട്. 33% ആളുകളും വെബ്സൈറ്റിൽ പ്രശ്നങ്ങൾ നേരിട്ടു. 11% പേർക്ക് സെർവർ കണക്ഷൻ ലഭിച്ചില്ലെന്നും ഡൗൺ ഡിറ്റക്ടർ റിപ്പോർട്ട് ചെയ്യുന്നു.